ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും ഈ വട്ടം ഞാൻ ചിരിച്ചാണ്ട് ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു റേസിൽ പങ്കെടുക്കാൻ പോവാണ്. ആ റേസിലെന്ന് വെച്ചാൽ നമ്മൾ ഫീ ഒക്കെ കൊടുക്കണം. അതിനൊരു 50,000 രൂപയായി. പിന്നെ റേസിൽ ഫസ്റ്റ് അടിച്ചാൽ നമുക്കൊരു 50 കോടി ക്യാഷ് പ്രൈസും കിട്ടും ഗൈസ്. ഗൈസ്, അപ്പം ഇല്ലേ, നിങ്ങൾ വേക്ക് ഇത് ആരുടെ ഡിഫൻഡർ എടുക്കണം. ഇത് എൻ്റെ ഡിഫൻഡർ അല്ല, ഡൊമിങ്കോസിൻ്റെ ഡിഫൻഡറാണ്. അപ്പം നമുക്ക് ഈ റേസിങ്ങിന് വേണ്ടി ഈ പാട്ട വണ്ടി കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്കൊരു സൂപ്പർ കാർ വേണം. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് അടിച്ചു മാറ്റിയ മെക്ലാറിന് ഏകദേശം ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നത്. ആ മെക്ലാറിന് നമ്മൾ നേരെ പോയി എടുത്തിട്ട് വരാം. അപ്പോൾ ചിൻചാനെ, നീ ഇവിടെ നിന്നോ, പോയി മെക്ലാർ എടുത്തിട്ട് വരാം. സോ ഗൈസ്, നമുക്കിനി നേരെ പോയി നമ്മളെ മെക്ലാനും കാർ എടുത്തിട്ട് വരാം. അത് എവിടെയാണെന്ന് നിങ്ങൾ കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ എല്ലാ കളക്ഷനും നിങ്ങൾ നശിപ്പിച്ചളയും. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. പിന്നെ അല്ലാതെ നിങ്ങൾക്കല്ല പിന്നെ വേറെ ആർക്കാ ഞാൻ കാണിച്ചു തന്നെ. എന്തായാലും നമുക്ക് പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് പോകാൻ. നിങ്ങൾക്ക് പകുതി വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തന്നേക്കാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാം. ഓ, ഇതാണല്ലേ ആ റേസർ ഫ്രാങ്ക്ലിന്റെ വീട്. ഓ, ഇവൻ ഈ റേസിലെങ്ങാനും പങ്കെടുത്താൽ ഞാൻ തോറ്റ് തുന്നാൻ പാടുമല്ലോടാ. നീ പറഞ്ഞ ശരിയാ, നീ തോറ്റ് പോവും. ഓ, നമുക്ക് ഈ ഫ്രാങ്ക്ലിൻ ജയിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യുന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഫ്രാങ്ക്ലിൻ ഉണ്ടെങ്കിൽ ക്യാഷ് പ്രൈസ് ഒക്കെ എനിക്ക് ഉറപ്പാ. നിങ്ങൾക്ക് ജയിക്കാനാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇവിടുത്തെ MLA മോനാ. അപ്പം ഇല്ലേ, ഞാൻ പറഞ്ഞവനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി അവൻ്റെ റേസിൽ പങ്കെടുക്കാൻ പറ്റൂലല്ലോ. അപ്പം മറൂട്ട് നിനക്ക് പെട്ടെന്ന് റേസൊക്കെ ജയിക്കാൻ പറ്റുമല്ലോ. അതെങ്ങനെയുണ്ട്? എൻ്റെ ഒരു വിഷയമല്ലേ? നീ MLA മോനാന്നൊക്കെ എനിക്ക് ഓൾറെഡി അറിയാലൊക്കെ. അത് കാരണമല്ലേ നീ എൻ്റെ ഫ്രണ്ട് ആയത്. ഓ, നിന്റെ ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ആ ഫ്രാങ്ക്ലിൻ എങ്ങാനും മത്സരിക്കാനുള്ള എനിക്ക് എന്തായാലും ഈസി ആയിട്ട് ഈ റേസ് ജയിക്കാൻ പറ്റും. താങ്ക് യുടാ, നീയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവി. എന്നെ ഇങ്ങനെ പ്രശംസിച്ച് പൊക്കണ സമയത്ത് താൻ പോയി വല്ല പ്രാക്ടീസ് ചെയ്യേ. എങ്ങാനും ആ ഫ്രാങ്ക്ലിൻ റേസ് ചെയ്യാൻ നിനക്ക് അവനെ പൊട്ടിക്കാലോ. ആ ശരി, ഞാനൊക്കെ നോക്കോളാം. അപ്പൊ നീ പൊക്കോ. 3 minutes later. നമ്മളങ്ങനെ അടിച്ചു വെച്ച ആ മെക്ലാറിനും പോയി എടുത്തിട്ടുണ്ട്. ഗോൾഡൻ മെക്ലാറിനല്ല, ഇത് നമ്മുടെ സാധാ ബേസ് മോഡൽ മെക്ലാറിനാണ്. എന്തായാലും ഇതിൻ്റെ സ്പീഡിനൊക്കെ വെച്ചാൽ സ്പീഡല്ലേ. അപ്പം നമുക്കിനി ഇവിടെ നേരെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്ത് നേരെ അകത്ത് പോയി കുറച്ച് TV കണ്ട് ചില്ലാൻ. ഈ റേസിങ്ങിനൊക്കെ പറഞ്ഞാൽ ഫുള്ള് പ്രഷറായിരിക്കും. അപ്പം ചിൻചാനെ, നീ ഇത്ര നേരം ഇവിടെ എന്നെ കാത്തിരിക്കുകയാണ്. അകത്ത് പോയി കുറച്ച് TV ആയി. അതൊക്കെ ശരിയാ. പിന്നെ നിനക്ക് ഇങ്ങനെ വെച്ചാൽ റേസായ പ്രഷറൊക്കെയാണ്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും നമുക്ക് TV കാണാം. എന്താണ് ചിൻചാനെ, എന്നത്തേക്ക് ആര് വന്നേക്കണത്? ഞാൻ പോയി നോക്കട്ടെ. എൻ്റെ മോനെ റേസിങ്ങായിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണ്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പോലീസാ? ഞാൻ അടിച്ചു പറ്റിയ മെക്ലാറിൻ എന്തെങ്കിലും വിഷയമായ? ഇതെന്താ സാറേ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ഈ ഒരു കുറ്റവും ചെയ്തില്ലെന്നാ? പിന്നെ MLA മോൻ്റെ മെക്ലാറിനാരെ ഞാനായിരിക്കും അടിച്ചു മാറ്റിയത്. ഡൊമിങ്കോസ് നമ്മൾ നൈസായിട്ട് പണിതിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് പെട്ടിട്ടുണ്ട്. സാറേ എന്നെ ഒന്ന് തുറന്നിട്ട് സാറേ, ഞാൻ MLA മോൻ്റെ ഇതൊന്നും അടിച്ചു വച്ചില്ല ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കള്ളം പറഞ്ഞു നോക്കാം. ഇവിടെ വിളിച്ചു. പിന്നെ ഞാനാണ് MLA മോൻ്റെ കാർ അടിച്ചു മാറ്റി. എന്താണ് നീ ഇജാതി കള്ളമൊക്കെ എൻ്റെ അടുത്ത് പറയുവാടാ? നീ ആൾ കൊള്ളാലാടാ. നിന്നെ നാളെ തന്നെ ഇനി സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയോടാ. നീ അനുഭവിക്കണം അവിടെ കിടന്ന്. നൈസായിട്ട് പെട്ടിട്ടുണ്ട്. ഞാൻ 2ാമത്തെ തൊട്ടാണ് ഇവിടെ ജയിലിൽ വന്നത്. ഇനി എന്ത് ചെയ്യും ഗൈസ്? ആകെ സീനായി. റേസാണെങ്കിൽ ഇനി 1 മണിക്കൂർ തുടങ്ങി. എന്നാലും കുറച്ചും കൂടി കാല് പിടിച്ച് കരഞ്ഞു നോക്കാം. സാറേ, എൻ്റെ പൊന്നു സാറമായാലേ ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല. സത്യം. എത്ര അപേക്ഷിച്ചാലും കാര്യമില്ല. MLA മോനാണെന്ന് നിനക്കെതിരെ കേസ് എടുത്തത് നിന്നെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ സത്യങ്ങളൊക്കെ നീ നേരെ കോടതിയിൽ ചെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഇയാളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഗൈസ്. MLA മോൻ നൈസായിട്ട് എനിക്ക് പണിത്. ഞാൻ എന്ത് ചെയ്ത്? ഞാൻ അടിച്ചു മാറ്റിയ ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഭയങ്കര നല്ലവനല്ലേ. ഇപ്പം എന്ത് ചെയ്യും ഇവിടെ? ഇന്നത്തെ എന്താണ് നമുക്ക് ഫസ്റ്റായിട്ട് ആലോചിക്കേണ്ടത്. എന്ത് ചെയ്യും ഗൈസ്? റേസാണെങ്കിൽ 1 മണിക്കൂറിൽ തുടങ്ങുകയും ചെയ്യും. ഈ കുറേ പോലീസുകാർ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാനും പറ്റത്തില്ല. ഇതെന്താ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക? എന്ത് പറ്റി ബ്രോ? എന്നെ ഇവിടെ MLA മോനെന്താ വണ്ടിക്ക് സൈഡ് തന്നില്ല, എന്താണ്ടൊക്കെയാ പറഞ്ഞ കള്ളക്കേസ് കുറുക്കിയിട്ടേക്കാണ്. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന പോലെ എനിക്കറിയില്ല.
വിഷമിക്കൊന്നും വേണ്ട, ബ്രോയ്ക്ക് കൂട്ടായി ഞാനുണ്ട്. ഞാനും കള്ളക്കേസിൽ കുടുങ്ങിയാണ് വന്നേക്കണേ. സോ ഗൈസ്, നമുക്കിനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നറിയില്ല. എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ നിന്നാണ് ഇവന്മാരൊക്കെ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് കാണാൻ, അനങ്ങാൻ പോലും പറ്റണില്ല. പിന്നെ ഇവിടെ അടുത്തടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കണ്. എന്ത് ചെയ്യുന്നറിയില്ല. ഒരു മിനിറ്റ് ഗൈസ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇവന്മാരെൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഷിൻഷാനെ വിളിക്കട്ടെ. ഇവരെന്താ എടുക്കാത്തത്? ആ എടുത്തെടുത്ത് ഷിൻഷാനെ, നമ്മളെ മക്കളെ അടിച്ചു മാറ്റിയാരണം MLA മോൻ്റെ വണ്ടി എങ്ങാണ്ടായിരുന്നു ഡൊമിങ്കോസ് നമുക്ക് പണിയെന്ന്. ഞാനിപ്പോൾ ലോക്കപ്പിൻ്റെ ഉള്ളിൽ എനിക്ക് വരാൻ പറ്റൂല. എടാ ഷിൻഷാനെ, നീ റേസ് ചെയ്യുവാടാ? വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിനക്ക് കുറച്ച് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു തന്നില്ല. അത് വെച്ച് ജസ്റ്റ് ഒന്ന് കാച്ചു നോക്കി, ചിലപ്പോൾ ജയിച്ചാലാ. കാശ് പോണെങ്കിൽ പോട്ടെ, ആ റേസിൽ എന്തായാലും നമ്മൾ പങ്കെടുക്കണം കേട്ടോ. എന്താണ് MLA മോനെ ഈ പരിപാടി കാണിച്ചത്? ഫ്രാങ്ക്ലിനെ പെടുത്തുന്നൊക്കെ പറഞ്ഞ വിശ്വാസം എന്തിനാ കാണിക്കണടാ? ഇന്ന് എന്റെ അടുത്ത് നിന്നിട്ട് എന്താണ് നീ ഇങ്ങനെ? എന്താ മോനെ ഇങ്ങനെ? കുഞ്ഞിനറിവിട്ടോ ഞാൻ ആ ഫ്രാങ്കിന്റെ കള്ളക്കേസ് കുടിക്കുക. ആ ഷിൻചാനാ റേസ് ചെയ്ത്. എനിക്കറിയാം 5 വയസ്സായ ചെറുക്കൻ ഡ്രൈവിംഗ് ഒക്കെ അറിയാമെന്ന്. പറഞ്ഞത് ശരിയാ, 5 വയസ്സായ ചെറുക്കൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഞാൻ കണ്ട. ഇന്നത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാം.